കാരണം ഈ ഒരു കരുണക്കൊന്ത ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും ശക്തമായുള്ള പ്രാർത്ഥനയാണ്. ഈ ഒരു പ്രാർത്ഥനയുടെ ശക്തി നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഈശോ നമ്മുടെയൊക്കെ മനുഷ്യന്റെ പാവങ്ങൾ നിമിത്തം ഇന്ന് ഒത്തിരി വേദനിക്കുന്ന ഈശോയാണ് നമുക്ക് പരിശുദ്ധ കുർബാനയിലൊക്കെ ദർശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ആ ദിവ്യകാരണത്തിൽ ഇന്നും വേദനിക്കുന്ന യേശുവിനെ നമ്മൾ ആശ്വസിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എങ്ങനെയാണ് ദിവ്യകാരുണ്യനാഥനെ നമുക്ക് ആശ്വസിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്? ആ പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ നമ്മൾ സമയം ചെലവഴിച്ചുകൊണ്ട്, നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ഒക്കെ, നമ്മുടെ സാന്നിധ്യം കൊണ്ട് ഇന്നും മനുഷ്യന്റെ പാവങ്ങൾ നിമിത്തം വേദനിക്കുന്ന തമ്പുരാനെ നമുക്ക് ആശ്വസിപ്പിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇന്നും ഈ ഒരു മനുഷ്യന്റെ പാവങ്ങൾ നിമിത്തം വേദനിക്കുന്ന തമ്പുരാന്റെ മുമ്പിൽ മനുഷ്യ പാവങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് കരുണക്കൊന്ത ചൊല്ലി നമ്മൾ ശക്തമായി നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ ജപമാല പോലെ തന്നെ ഏറ്റവും ശക്തമായുള്ള പ്രാർത്ഥനയാണ് കരുണക്കൊന്ത. അത് ഈശോ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥന തന്നെയാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ സാധാരണഗതിയിൽ ഒരു ഉച്ചഭക്ഷണം കഴിഞ്ഞാൽ കുറച്ച് കൂടുതലൊക്കെ ഉറങ്ങിപ്പോകുന്ന അങ്ങനെയൊക്കെ ഉള്ള ആളായിരുന്നു ആദ്യകാലത്തൊക്കെ. ഇപ്പോഴും ഒരു ദിവസം ഇതേപോലെ ഞാൻ മുറിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഇതേപോലെ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോഴും ഞാൻ പെട്ടെന്ന് ഞാൻ കാണുന്ന ഒരു ദർശനം എന്ന് പറയുന്നത് കരുണയുടെ ഈശോയുടെ ഒരു മുഖമാണ് ഞാൻ സ്വപ്നം പോലെ ഉറക്കത്തിൽ കാണുന്നത്. പെട്ടെന്ന് എനിക്ക് ഉറക്കം ഞെട്ടി. എന്റെ കണ്ണ് നേരെ പോയത് ആ കട്ടിലിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള ക്ലോക്കിലാണ്. ആ ക്ലോക്കില് സമയം എന്ന് പറയുന്നത് ഉച്ചക്ക് 3 മണി, കൃത്യം ആ 3 മണി സമയമായി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഉറങ്ങിക്കൊണ്ടിരുന്ന എന്നെ ഉണർത്തി കരുണക്കൊന്ത ചൊല്ലാനായിട്ട് ഈശോ എന്നോട് ആവശ്യപ്പെടുന്നതെന്ന് എനിക്ക് ആ ഒരു അനുഭവത്തിൽ എനിക്ക് മനസ്സിലായി. ഇങ്ങനെ ഒരു സംഭവം മാത്രമല്ല, ഒരു 2-3 അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ അതേപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലെ ഞാൻ എറണാകുളത്ത് ട്രെയിനിൽ യാത്ര ചെയ്യായിരുന്നു, ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ട് പോവുകയായിരുന്നു. അപ്പോൾ എനിക്ക് വിൻഡോ സീറ്റാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ വിൻഡോ സീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നല്ല കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ വിൻഡോ സീറ്റിൽ ഞാൻ അങ്ങനെ മയങ്ങിപ്പോയി. അങ്ങനെ ഇതേപോലെ ആ ഒരു യാത്രയിൽ ആ ഉറക്കത്തിനിടയിൽ ഇതുപോലെ തന്നെ കരുണയുടെ ഈശോയുടെ മുഖം എന്റെ മനസ്സിൽ ഞാനിങ്ങനെ ഒരു സ്വപ്നം പോലെ കാണുകയാണ്. പെട്ടെന്ന് എനിക്ക് ഉറക്കം ഞെട്ടി. ഞാൻ വാച്ചെടുത്ത് നോക്കിയപ്പോൾ ഉച്ച സമയം കൃത്യം 3 മണി സമയം. ആ സമയം വണ്ടി ചാലക്കുടി സ്റ്റേഷനിൽ എത്തിയിരിക്കുകയായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ജപമാല എടുത്തുകൊണ്ട് കരുണക്കൊന്ത ചൊല്ലാനായിട്ട് ഞാൻ ആരംഭിച്ചു. ഇങ്ങനെ ഈ ഒരു 2-3 അനുഭവങ്ങളിലൂടെ എനിക്ക് മനസ്സിലായി, ഉറക്കപ്പിശാചായിട്ടുള്ള എന്നെ തമ്പുരാൻ വിളിച്ചുണർത്തിക്കൊണ്ട് ഉച്ചക്ക് 3 മണി സമയത്ത് നമുക്കറിയാം, ഉച്ചക്ക് 3 മണി സമയം കരുണയുടെ തിരുമണിക്കൂറാണ്. ആ സമയം ലോകപാപങ്ങൾക്ക് വേണ്ടി ഈശോയുടെ കരുണ യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഈശോ എന്നോട് ആവശ്യപ്പെടുകയായിരുന്നു എന്ന് ഈ 1-2 എന്റെ ജീവിതത്തിലെ സംഭവങ്ങളിലൂടെ എനിക്ക് മനസ്സിലായ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും തമ്പുരാനിൽ നമ്മളൊന്നും ആവശ്യപ്പെടുന്ന ഒരു ശക്തമായിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ് കരുണക്കൊന്ത എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മറ്റൊരു സംഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കണം. അതിനുശേഷം വചനത്തിന്റെ ഷെയറിങ്ങിലൊക്കെ പോകാം. ഞാൻ ഇതേപോലെ തന്നെ കുളത്തുപോയാൽ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനിക്കാനായിട്ട് പോയി. ഡീക്കനായിരുന്നു ആ സമയം. അന്ന് ആ ധ്യാനത്തിൽ എനിക്ക് നല്ലൊരു കൗൺസിലിംഗ് ആണ് ലഭിച്ചത്. സിസ്റ്റർ റോസ് അലക്സ് എനിക്ക് കൗൺസിലിംഗ് നൽകി. നല്ലൊരു ദൈവാനുഭവപ്രദമായിട്ടുള്ള ഒരു കൗൺസിലിംഗ് ആയിരുന്നു. ആ കൗൺസിലിംഗിൽ സിസ്റ്റർ എന്നോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അച്ഛനോട് പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുന്നുണ്ട് ബൈക്ക് പഠിക്കുവാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട്, പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കൊണ്ടൊക്കെ ബൈക്ക് പഠിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. അതിനുശേഷം പിന്നെ ഞാൻ 4 വീലിന്റെ ലൈസൻസ് ഒന്നും എടുത്തില്ല. കാരണം എനിക്കത് അത്ര അത്യാവശ്യമായിട്ട് തോന്നിയില്ല. ബൈക്ക് കൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് തോന്നിയതുകൊണ്ട് 4 വീലിന്റെ ലൈസൻസ് ഞാൻ എടുത്തില്ല. ഞാൻ ഈ കഴിഞ്ഞ വർഷമാണ് ഞാൻ 4 വീലിന്റെ ലൈസൻസ് ഞാൻ എടുത്തത്. അത് തീർച്ചയായിട്ടും ഞാനും വേറൊരു അച്ഛനും കൂടി, രൂപതയിലെ വേറൊരു അച്ഛനും കൂടി, ഞങ്ങൾ 2 പേരും ഒരുമിച്ചാണ് ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്നത്. ഞങ്ങൾ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ആരംഭിച്ചത്. അങ്ങനെ ടെസ്റ്റിന്റെ ഒക്കെ സമയമായി. എന്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ, ഞാൻ ആ കൂട്ടുകാരൻ്റെ അച്ഛനും കൂടിയിട്ടാണ് ഡ്രൈവിംഗ് ക്ലാസ്സിൽ ചേർന്നത്. ആ കൂട്ടുകാരൻ്റെ അച്ഛനാണെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി തോറ്റുപോയി. അങ്ങനെ 2-3 പ്രാവശ്യം എടുത്ത് തോറ്റുപോയി അച്ഛൻ. ഇതൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. കാരണം ഇനിയിപ്പോ അടുത്തത് എന്റെ ഊഴാണ്. കാരണം ടെസ്റ്റിനായിട്ട് എനിക്ക് ഡേറ്റ് ഒക്കെ കിട്ടി. ഞാൻ പരിശുദ്ധ കുർബാന എന്റെ സാക്രിസ്റ്റിയിൽ എഴുന്നള്ളിച്ച് വെച്ച് ഞാൻ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ ഈശോയെ, എനിക്ക് ആകെ ടെൻഷനാണ്. കാരണം അടുത്ത ആഴ്ചയാണ് ടെസ്റ്റ്. എന്റെ കൂട്ടുകാരൻ അച്ഛനെങ്കിലും 2-3 പ്രാവശ്യം തോറ്റുപോയി. അതുകൊണ്ട് എനിക്ക് ടെൻഷനാണ്. ഇനി എന്റെ കാര്യം എന്താകുമെന്ന് എനിക്കറിയില്ല.
അങ്ങനെ ഞാൻ ദിവ്യാടനത്തിന്റെ മുമ്പിൽ ഞാൻ ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കാണുന്ന ഒരു ദർശനം, ഈശോ ഒരു പുഷ്പകിരീടം എന്റെ തലയിൽ വെച്ച് തരുന്ന ഒരു ദർശനം ഞാൻ കാണുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു ടെസ്റ്റിൽ ജയിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം, എനിക്ക് വലിയ ബോധ്യം എനിക്ക് ആ ഒരു ദർശനം കൊണ്ട് മനസ്സിലായി. അങ്ങനെ ഞാൻ തളിപ്പറമ്പിൽ, കണ്ണൂരടുത്ത തളിപ്പറമ്പിൽ ആണ് ടെസ്റ്റിംഗ് ഗ്രൗണ്ട്. അവിടെ പോയി ആ ടെസ്റ്റിനായിട്ടുള്ള ക്യൂ നിൽക്കുമ്പോൾ എച്ചെടുക്കണം, നമുക്കറിയാം. അപ്പൊ അങ്ങനെ ആ ടെസ്റ്റിനായിട്ട് ക്യൂ നിൽക്കുമ്പോൾ എനിക്ക് ശക്തമായ പരിശുദ്ധാത്മ പ്രേരണ, കരുണക്കൊന്ത ചൊല്ലാനായിട്ടുള്ള പ്രേരണ. കാരണം ഈ പ്രാർത്ഥനയുടെ ശക്തി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കരുണക്കൊന്ത ചൊല്ലാനായിട്ട് തുടങ്ങി. കരുണക്കൊന്ത ചൊല്ലിയാണ് ഞാൻ ടെസ്റ്റിനായിട്ട് പോയത്. എച്ചെടുക്കാനായിട്ട് എനിക്ക് വണ്ടി കിട്ടി. എന്റെ തൊട്ടു മുമ്പിൽ ഒരാള് തോറ്റുപോയി. അങ്ങനെ അടുത്തതായിട്ട് എന്റെ ചാൻസ് ആയിരുന്നു. ഏകദേശം എന്നാലും വലിയൊരു ഒരു ധൈര്യം എനിക്ക് പരിശുദ്ധാത്മാവ് നൽകുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ ഈ കരുണക്കൊന്ത ചൊല്ലിക്കൊണ്ട് തന്നെയാണ് ഈ ടെസ്റ്റിനായിട്ട് ഞാൻ സ്റ്റിയറിംഗ് പിടിച്ചത്. അങ്ങനെ സുഖമായിട്ട് സുന്ദരമായി എടുത്ത് ഞാൻ പാസ്സായി. അന്ന് തന്നെ റോഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. റോഡ് ടെസ്റ്റും കുഴപ്പമില്ലാതെ നന്നായി പെർഫോം ചെയ്യാൻ പറ്റി. അന്ന് ഉച്ചക്ക് തന്നെ അന്ന് ആ ടെസ്റ്റ് പാസ്സായ അന്നേ ദിവസം തന്നെ എനിക്ക് 4 വീലിന്റെ ലൈസൻസ് ലഭിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കേൾക്കുന്നില്ലേ? ഓക്കെ. അങ്ങനെ ആ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് ഈ 4 വീലിന്റെ ലൈസൻസ് കിട്ടിയത് തീർച്ചയായിട്ടും ഈ കരുണക്കൊന്ത ചൊല്ലി ശക്തമായിട്ട് പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ ബലമായിട്ട് വിശ്വസിച്ചു. അങ്ങനെ 1-2 അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഈ കരുണക്കൊന്തയുടെ ശക്തി എന്നെ തമ്പുരാൻ ബോധ്യപ്പെടുത്തിയ അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഞാൻ ഇനി വചനത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള തിരുവചനം നമുക്കറിയാം. അത് നല്ല സമരിയാക്കാരന്റെ ഉപമയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു കരുണക്കൊന്ത, ഈ ഒരു ദൈവകാരുണ്യത്തിന്റെ ഈ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നമ്മളായിരിക്കുമ്പോൾ എന്തൊക്കെ തീരുമാനങ്ങളാണ് നമുക്ക് എടുക്കുവാനായിട്ട് സാധിക്കുന്നത്? ഈ ഒരു നല്ല സമരിയാക്കാരന്റെ ഉപമ വളരെ മനോഹരമായ ഉപമയാണ്. നമ്മൾ ഒത്തിരി ആവർത്തി വായിച്ചു ധ്യാനിച്ച ഒരു ഉപമയാണ്. നമ്മൾ ആ ഒരു ഉപമയിൽ നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജെറൂസലേം എന്ന പട്ടണത്തിൽ നിന്നും ഈ ഒരു യാത്രക്കാരൻ ജെറീക്കോ എന്ന പട്ടണത്തിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ജെറൂസലേം നമുക്കറിയാം ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ കേന്ദ്രമാണ് ജെറൂസലേം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈശോ അവരോട് ജെറൂസലേമിൽ തന്നെ ആയിരിക്കാനും ഒക്കെ ശിഷ്യന്മാരെ ഉദ്ബോധിപ്പിക്കുന്നതിന്റെ അർത്ഥം തന്നെ നമുക്കറിയാം. ഈ ജെറൂസലേമിന് ഏറ്റവും ആരാധനയുടെ കേന്ദ്രമാണ്, ദൈവാരാധനയുടെ കേന്ദ്രമാണ്, ദൈവ സാന്നിധ്യത്തിന്റെ കേന്ദ്രമാണ്. അങ്ങനെയുള്ള പട്ടണമാണ് ജെറൂസലേം. ഈ ജെറൂസലേം നിന്നാണ് ഈ മനുഷ്യൻ ജെറീക്കോ എന്ന പട്ടണത്തിലേക്ക് പോകുന്നത്. ജെറീക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാപത്തിന്റെയും അശുദ്ധിയുടെയും തിന്മയുടെയും ഒക്കെ കൂടാരമാണ്, ഈ കേന്ദ്രമാണ് ജെറീക്കോ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവ സാന്നിധ്യത്തിന്റെ കേന്ദ്രമായിട്ടുള്ള ജെറൂസലേം ഉപേക്ഷിച്ചുകൊണ്ട് ഈ മനുഷ്യൻ പാപത്തിന്റെയും അശുദ്ധിയുടെയും രോഗാതുരതയുടെയും കേന്ദ്രമായിട്ടുള്ള ജെറീക്കോ പട്ടണത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ആ യാത്രാമധ്യയാണ് അദ്ദേഹത്തെ കൊള്ളക്കാര് ആക്രമിക്കുന്നതും മർദ്ദിച്ച് അവശനാക്കുന്നതും. അവന്റെ രക്ഷക്കായിട്ട് വരുന്നത് പുരോഹിതനോ ലേവായനോ ഒന്നും തന്നെയല്ല, മറിച്ച് അവന്റെ ബദ്ധശത്രുവായിട്ടുള്ള ഒരു സമരിയാക്കാരനാണ് അവന്റെ രക്ഷക്കായിട്ട് വരുന്നത്. അങ്ങനെ മർദ്ദിച്ച് അവശനായി കിടക്കുന്ന മനുഷ്യനോട് ഈ സമരിയാക്കാരൻ, ബദ്ധശത്രുവായിട്ടുള്ള സമരിയാക്കാരൻ കരുണ തോന്നി അവന്റെ മുറിവുകൾ വെച്ചുകെട്ടുകയാണ്. എണ്ണയും വീഞ്ഞും ഉപയോഗിച്ചുകൊണ്ടാണ് അവന്റെ മുറിവുകൾ ഈ സമരിയാക്കാരൻ വെച്ചുകെട്ടുന്നത്. വീഞ്ഞ് എന്തിന്റെ പ്രതീകമാണ്? നമുക്കറിയാം, വീഞ്ഞ് യേശുവിന്റെ കുരിശിലെ തിരുരക്തമാണ് വീഞ്ഞ് എന്ന് പറയുന്നത്. അതുപോലെ എണ്ണ എന്ന് പറയുന്നത് കൂദാശകളാണ്, പരിശുദ്ധ കുർബാന ഉൾപ്പെടുന്ന കൂദാശകളാണ്. അതുപോലെ തന്നെ ഈ യാത്രക്കാരനെ സമരിയാക്കാരൻ കഴുതപ്പുറത്ത് കയറ്റി പിന്നീട് സത്രത്തിൽ ഏൽപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ഉപമയിലെ ഈ ഒരു സത്രത്തെ വിശേഷിപ്പിക്കുന്നത് സഭാഗാത്രമാകുന്ന സത്രമായിട്ടാണ്. സഭയായിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ഒരു സത്രത്തെ വിശേഷിപ്പിക്കുന്നത്. നമ്മളൊരു ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ള നമ്മൾ ഓരോരുത്തരുടെയും ആത്യന്തികമായിട്ടുള്ള വിളി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ വിളി എന്ന് പറയുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടുള്ള വിളിയാണ്. നമ്മുടെ ആവശ്യങ്ങൾ മറന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടുള്ള വിളിയാണിത്. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ആയിരിക്കുന്ന നമ്മുടെയും ആത്യന്തികമായിട്ടുള്ള വിളി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ദൈവ സാന്നിധ്യത്തിന്റെ
കേന്ദ്രം ഉപേക്ഷിച്ചുകൊണ്ട്, ദൈവ സാന്നിധ്യം ഉപേക്ഷിച്ചുകൊണ്ട് ഈ പാപത്തിന്റെയും അശുദ്ധിയുടെയും കേന്ദ്രമാകുന്ന ജെറീക്കോ ലക്ഷ്യമാക്കി യാത്രയാകുന്ന അല്ലെങ്കിൽ വഴിതെറ്റി പോകുന്ന അനേകം മക്കളുണ്ട്. അവരെ ഗാത്രത്തോട്, സഭയാകുന്ന സത്രത്തോട് ചേർത്ത് നിർത്തുവാനായിട്ടുള്ള വിളിയാണ് പ്രാർത്ഥന കൂട്ടായ്മയിലുള്ള അംഗമായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും ആത്യന്തികമായിട്ടുള്ള വിളി എന്ന് പറയുന്നത്. നമ്മളൊക്കെ അത് ചെയ്യുന്നുണ്ടാകും തീർച്ചയായിട്ടും. നിങ്ങളൊക്കെ നവീകരണ രംഗത്ത് ഒത്തിരി വർഷത്തെ അനുഭവമുള്ളവരാണ്, പാരമ്പര്യമുള്ളവരാണ്, ഒത്തിരി വർഷത്തെ കരിസ്മാറ്റിക് അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന വ്യക്തികളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ഒത്തിരി പേരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകും. കാരണം ഈ ധ്യാന കേന്ദ്രത്തിലേക്കൊക്കെ ആളുകളൊക്കെ പറഞ്ഞയച്ചുകൊണ്ട്, അല്ലെങ്കിൽ നല്ലൊരു കൂതാശ സ്വീകരണത്തിനായിട്ട് ആളുകളെ ഒരുക്കുന്ന ശുശ്രൂഷ നിങ്ങൾ ചെയ്യുന്നുണ്ടാകും. അതുപോലെ തന്നെ നല്ല കൗൺസിലിംഗ് അവർക്ക് നൽകിക്കൊണ്ടൊക്കെ നിങ്ങളൊക്കെ ഇതൊക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ഈ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ശക്തമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ ഒരു നല്ല സമരക്കാരന്റെ ഉപമ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മളും പ്രാർത്ഥന കൂട്ടായ്മയിൽ അംഗമായിരിക്കും നമ്മൾ ഓരോരുത്തരുടെയും ആത്യന്തികമായിട്ടുള്ള വിളി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കൂതാശകളാവുന്ന എണ്ണ ഉപയോഗിച്ച്, യേശുവിന്റെ തിരുരക്തമാവുന്ന വീഞ്ഞുപയോഗിച്ച് പാപത്തിന്റെ ദംശനമേറ്റ് കിടക്കുന്ന മക്കളുടെ മുറിവുകൾ വെച്ചുകെട്ടി സഭാഗാത്രത്തോട് അടുപ്പിക്കുവാനായിട്ട് തീർച്ചയായിട്ടും എനിക്കും നിങ്ങൾക്കൊക്കെ സാധിക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്ക് ഒരു വലിയൊരു തീരുമാനം കൈക്കൊള്ളാനായിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്ന ഒരു കാര്യം, കർത്താവിന്റെ കരുണയിലുള്ള വിശ്വാസത്തിൽ നമ്മൾ ആഴപ്പെടേണ്ടതായിട്ടുണ്ട്. ഈശോയുടെ കരുണയുടെ ആ ഒരു ഛായാചിത്രത്തിന്റെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വളരെ മനോഹരമായുള്ള വചനമുണ്ട്. ഐ ട്രസ്റ്റ് ഇൻ ദി എന്നാണ്, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ നെഞ്ചത്ത് കൈവച്ചുള്ള ആത്മശോധന ചെയ്യാനായിട്ട് സാധിക്കുമോ? കർത്താവിന്റെ കരുണയിൽ എന്തുമാത്രം ഞാൻ ശരണപ്പെടുന്നുണ്ട്? കർത്താവിന്റെ കരുണയിൽ ഉള്ള വിശ്വാസത്തിൽ ഞാൻ ആഴപ്പെട്ടിട്ടുണ്ടോ? അതോ കർത്താവിന്റെ കരുണയെ, കർത്താവിന്റെ സ്നേഹത്തെ സംശയിക്കുന്ന വ്യക്തിയാണോ ഞാനൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളൊക്കെ ഒത്തിരി കരുണ കൊണ്ട് ചൊല്ലുന്നവരാണ്, ദൈവകരുണയുള്ള നൊവേനയിൽ നമ്മൾ പങ്കെടുക്കുന്നവരാണ്. പക്ഷെ തീർച്ചയായിട്ടും ഒരു സത്യസന്ധമായിട്ട് നമ്മളൊന്ന് ചോദിക്കാം നമ്മളോട് തന്നെ, കർത്താവിന്റെ കരുണയില് പൂർണ്ണമായിട്ട് ശരണപ്പെടുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? കർത്താവിന്റെ കരുണയിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മളിൽ പലർക്കും ഒരു കുറ്റബോധം, നിരാശ, ഇതൊക്കെ നമ്മളിലേക്ക് കടന്നു വരുന്ന കാര്യങ്ങളാണ്. കുറ്റബോധം, നിരാശ നമുക്കറിയാം, അത് പിശാചിന്റെ പണിയായുധങ്ങളാണ്. കുറ്റബോധത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട്, ക്രിസ്തു നൽകുന്ന കരുണയെ ഇനിയും ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടില്ല. കുംഭസാരത്തിൽ അതുകൊണ്ട് തന്നെ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. രണ്ടാമതായിട്ട്, നമ്മുടെ അഹങ്കാരം. ഇതൊക്കെയാണ് കുറ്റബോധത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. അഹങ്കാരം, ദൈവകരുണയേക്കാൾ വലുതാണ് എന്റെ പതനം എന്ന തോന്നൽ. അതാണ് ഈ ഒരു അഹങ്കാരം എന്നുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത്. ദൈവകരുണയേക്കാൾ വലുതാണ് എന്റെ പതനം എന്ന തോന്നൽ. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹയുടെ 1-ാം ലേഖനം 4-ാം അധ്യായം 18-ാം തിരുവചനത്തില് യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്, സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല, പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു എന്നാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. നമുക്ക് യൂദാസ് കറിയോത്തയുടെ കാര്യം എടുക്കാം. യൂദാസ് കറിയോത്തയ്ക്ക് അനുതാപം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് അദ്ദേഹം ആ വെള്ളി നാണയങ്ങൾ തിരിച്ചേൽപ്പിക്കാനായിട്ട് പുരോഹിത പ്രമുഖന്മാരുടെ അടുത്ത് പോകുന്നത്. ആ പുരോഹിത പ്രമുഖന്മാര് ഈ വെള്ളി നാണയം സ്വീകരിക്കാത്തപ്പോഴാണ് ആ വെള്ളി നാണയം എടുത്തുകൊണ്ട് ഈ യൂദാസ് ആ ദേവാലയ പരിസരത്തേക്ക് വലിച്ചെറിയുന്നത്. അവിടെയാണ് യൂദാസിന് തെറ്റുപറ്റിയത്. പിന്നീട് യൂദാസ് കുറ്റബോധത്തിലേക്ക് പോകുന്നു, നിരാശയ്ക്ക് അടിപ്പെടുന്നു. അങ്ങനെയാണ് അദ്ദേഹം ആ ഒരു കുറ്റബോധം യൂദാസിനെ വലിയ പതനത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, പലരും എൻ്റെ അടുത്തേക്ക് കൗൺസിലിങ്ങിനൊക്കെ വരാറുണ്ട്. ആ കൗൺസിലിങ്ങിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പലപ്പോഴും അബോർഷനും മറ്റു കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും സ്നേഹമുള്ള അവര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, പല ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഞാൻ ഒത്തിരി തവണ ഈ കുംഭസാരത്തിലൊക്കെ ഞാൻ ഇത് ഏറ്റുപറഞ്ഞിട്ടുണ്ട്. അബോർഷൻ തന്നെ ഞാൻ ഏറ്റുപറഞ്ഞു പലയാവർത്തി. ഒരു കുംഭസാരത്തില് അബോർഷൻ ഏറ്റുപറയും, വീണ്ടും അതേ രണ്ടാമത്തെ കുംഭസാരത്തിൽ വീണ്ടും അതേ പാപം തന്നെ ഏറ്റുപറയും. കാരണം എന്താണ്? കുറ്റബോധം അവരെ വേട്ടയാടുന്നു. കാരണം ഈ പാപത്തിന് ഈശോ പാപമോചനം തന്നോ എന്നുള്ള സംശയമാണ് അവർക്ക് വീണ്ടും അതേ പാപം തന്നെ ഈ കുംഭസാരത്തിൽ വീണ്ടും ആവർത്തിച്ച് ഏറ്റുപറയാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, അത് തീർച്ചയായിട്ടും അത് അവര് കുറ്റബോധത്തിന് അടിമകളാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മളൊരു പാപം ആവർത്തിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുംഭസാരത്തിൽ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് പല ആവർത്തി ഏറ്റുപറയേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം അത് കർത്താവ് ഈ കുംഭസാരം എന്ന ഉദാശയിലൂടെ നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയല്ല,
മറിച്ച് തമ്പുരാൻ എന്നേക്കുമായിട്ട് ആ പാപങ്ങൾ മറന്നു കളയുകയാണ് ചെയ്തത്. ഈശോയുടെ മനസ്സിൽ ആ പാപം അവിടുന്ന് വെച്ചുകൊണ്ടിരിക്കുന്നില്ല. അത് എന്നേക്കുമായിട്ട് പൊറുക്കുക മാത്രമല്ല, എന്നേക്കുമായിട്ട് ഈശോ കുമ്പസാരം എന്ന കൂദാശയായിട്ട് നമ്മുടെ പാപങ്ങൾ മറന്നു കളയുകയാണ് ചെയ്യുന്നത്. ആ വലിയ ബോധ്യം നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഈശോയുടെ കരുണയെ നമ്മൾ സംശയിക്കാൻ പാടില്ല. ഈശോയുടെ കരുണയിലുള്ള ആഴമായിട്ടുള്ള വിശ്വാസത്തില് ആഴപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈശോയുടെ കരുണയിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഒരു പാപം നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് കുമ്പസാരത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ആവർത്തിക്കുമ്പോൾ കർത്താവിന്റെ കരുണയെ നമ്മൾ സംശയിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവിന്റെ കരുണയിലുള്ള വിശ്വാസത്തിൽ നമുക്ക് ആഴപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് ഒന്ന് ആത്മശോധന ചെയ്യുക. ഈശോ കർത്താവിന്റെ പരിപാലനയെ സംശയിക്കുന്ന വ്യക്തിയാണോ ഞാൻ? നമ്മളൊക്കെ തമ്പുരാന്റെ കരുങ്ങളാണ്. പിന്നെ എന്തിനാണ് നമ്മൾ ഈ കൊറോണയെ ഭയപ്പെടേണ്ട ആവശ്യത്തിനാണ്? അല്ലെങ്കിൽ നമ്മൾ മറ്റു പ്രതിസന്ധികളും മറ്റു രോഗാവസ്ഥയും നമ്മൾ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. നമ്മളൊക്കെ തമ്പുരാന്റെ കരുങ്ങളിലാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ കർത്താവിന്റെ പരിപാലനയെ സ്നേഹമുള്ളവരെ ഒരു നാളും സംശയിക്കുവാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് ദമാസ്കസിലെ വിശുദ്ധ പത്രോസ് പറയുന്നത്, എന്തായി തീരണമോ അതായി തീരാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലും നിരാശപ്പെടരുത്. നിങ്ങൾക്ക് വേണ്ടി ഒരു മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന് നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കുവാൻ കഴിയില്ലെന്ന് കരുതുന്നത് അബദ്ധമല്ലേ എന്നാണ് പറയുന്നത്. വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയുകയാണ് ആ വിശുദ്ധന്റെ വാക്കുകൾ. ഡമാസ്കസിലെ വിശുദ്ധ പത്രോസ് പറയുന്നു, എന്തായി തീരണമോ അതായി തീരാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലും നിരാശപ്പെടരുത്. നിങ്ങൾക്ക് വേണ്ടി ഒരു മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന് നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കുവാൻ കഴിയില്ലെന്ന് കരുതുന്നത് അബദ്ധമല്ലേ എന്നാണ് പറയുന്നത്. വീണ്ടും മൂന്നാമത്തെ ചിന്തയായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുന്നത്, സ്നേഹമുള്ളവരെ, യേശുവിന്റെ കണ്ണുകളിൽ ഉറ്റുനോക്കുക. നമ്മളെ നിരന്തരം ശ്രദ്ധിച്ച് വീക്ഷിക്കുന്ന ഈശോയുടെ കണ്ണുകളെ ഉറ്റുനോക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദിവ്യകാരുണ്യനാഥന്റെ മുമ്പില് വെറുതെ നമുക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ദിവ്യകാരുണ്യത്തെ നോക്കിയിരുന്ന് വെറുതെ കരയുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. യേശുവിന്റെ കണ്ണുകളെ നമ്മൾ ഉറ്റുനോക്കിയെങ്കിൽ സ്നേഹമുള്ളവരെ നമ്മുടെ കണ്ണുകൾക്കും ജീവനുണ്ടാകും, ഒരു സംശയമില്ല. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 61-ാം തിരുവചനം നമ്മൾ കാണുന്നുണ്ട്. ഈശോ പിലാത്തോസിന്റെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഈശോ തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ നോക്കുന്നുണ്ട്. പത്രോസിനെ വളരെ വേദനയോടുകൂടി നോക്കുന്നുണ്ട്. പത്രോസിന്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി. അപ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, പത്രോസ് പുറത്തുപോയി ഹൃദയം നൊന്ത് കരഞ്ഞു എന്നാണ് വായിക്കുന്നത്. പത്രോസ് പുറത്തുപോയി ഹൃദയം നൊന്ത് കരഞ്ഞു. സ്നേഹമുള്ളവരെ നോക്കുക, തീർച്ചയായിട്ടും ആ ഈശോയുടെ ആ ഒരൊറ്റ നോട്ടം പത്രോസിന്റെ ആത്മരക്ഷയ്ക്ക് കാരണമായിട്ട് മാറുകയാണ്. പത്രോസിന്റെ മാനസാന്തരത്തിന് കാരണമായിട്ട് മാറുകയാണ്. പത്രോസ് പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, തീർച്ചയായിട്ടും സ്നേഹം നിഴലിക്കുന്നത് കണ്ണിലാണ്, അത് മങ്ങുന്നതും കണ്ണിൽ തന്നെയാണ്. അതുകൊണ്ട് യേശുവിന്റെ കണ്ണുകളെ ഉറ്റുനോക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദിവ്യകാരുണ്യത്തെ നോക്കി വെറുതെ കരയുവാനായിട്ട് സ്നേഹമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക് എന്നാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരാളുടെ ജീവനും മരണവും നമുക്ക് ഒരാളുടെ കണ്ണിൽ നിന്ന് വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഒരു രോഗി ഡോക്ടറുടെ അടുത്ത് പരിശോധനക്കായിട്ട് വരുമ്പോൾ ഡോക്ടർ ആദ്യം ആ കണ്ണില് ടോർച്ച് കടിച്ച് നോക്കുന്നതായിട്ടാണ്, കണ്ണൊക്കെ തുറന്ന് നോക്കുന്നതായിട്ട്, കണ്ണില് ആ രോഗിയുടെ കണ്ണിൽ ഡോക്ടർ ഉറ്റുനോക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം എന്താണ്, അതിൽ തന്നെ രോഗനിർണയം നടത്തുവാനായിട്ട് ഡോക്ടറിന് സാധിക്കും. അതുകൊണ്ട് നമ്മളെ എപ്പോഴും ശ്രദ്ധിച്ച് വീക്ഷിക്കുന്ന ഈശോയുടെ കണ്ണുകളെ ഉറ്റുനോക്കുവാനായിട്ട് സ്നേഹമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കണ്ണുകളില് സ്നേഹത്തെ ശക്തമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നാലാമത്തെ ചിന്ത നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുന്നത്, സ്നേഹമുള്ളവരെ, ക്രിസ്തുവിന്റെ പരിമളമായി നമ്മൾ മാറണം. ക്രിസ്തുവിന്റെ പരിമളമായി നമ്മൾ മാറണം. കൊരിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 15-ാം തിരുവചനം, ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന ആ വചനം. കൊരിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 15-ാം തിരുവചനം. അവിടെ ഈ ആദിമ ക്രിസ്ത്യാനികള് ഏറ്റുപറയുകയാണ്. ആദിമ ക്രിസ്ത്യാനികൾ തങ്ങളെ തന്നെ പരിചയപ്പെടുന്നത് ഇങ്ങനെയാണ്, ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ പരിമളമാണ് എന്നാണ് പറയുന്നത്. അവിടെ ആദിമ ക്രിസ്ത്യാനികൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, തങ്ങളെ തന്നെ പരിചയപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ്, ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ പരിമളമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നത്, ഇടയന് ആടിന്റെ ഗന്ധമുണ്ടാകണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നതിന്റെ തത്വം അത് തന്നെയാണ്. എങ്ങനെയാണ് നമുക്ക് ഈ ആദിമ ക്രിസ്ത്യാനികൾ തങ്ങളെ തന്നെ പരിചയപ്പെടുത്തുക, ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ പരിമളമാണ് എന്ന് പറയുന്ന പോലെ നമുക്ക് എങ്ങനെയാണ് ക്രിസ്തുവിന്റെ പരിമളമായിട്ട് മാറുവാനായിട്ട് സാധിക്കുന്നത്? അത് ഈശോ പറഞ്ഞു തരുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ ഈശോ പറയുന്നുണ്ട്,
മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ വിശുദ്ധമായ പ്രവൃത്തികൾ കൊണ്ട് ക്രിസ്തുവിന്റെ പരിമളമായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. ലാസറിന്റെ വീട്ടിൽ വെച്ച് മറിയം യേശുവിന്റെ പാദങ്ങള് സുഗന്ധ തൈലം പൂശിയപ്പോൾ അതിന്റെ പരിമളം കൊണ്ട് ആ വീട് മുഴുവൻ നിറഞ്ഞു എന്നാണ് യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ വിശുദ്ധമായ നമ്മുടെ സൽപ്രവൃത്തികൾ കൊണ്ട്, വിശുദ്ധമായ നമ്മുടെ കാരുണ്യ പ്രവൃത്തികൾ കൊണ്ട് ഈ ലോകത്തിൽ ക്രിസ്തുവിന്റെ പരിമളമായി മാറണം. അതാണ് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ അംഗമായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും ആത്യന്തികമായിട്ടുള്ള വിളി എന്ന് പറയുന്നത്. അഞ്ചാമതായിട്ടുള്ള ഒരു ചിന്ത നിങ്ങളുടെ കൂടെ മുമ്പിൽ ഞാൻ വെക്കുന്നത്, സ്നേഹമുള്ളവരെ, പരദൂഷണം പറയുവാനായിട്ട് പാടില്ല. പലപ്പോഴും നമുക്ക് നമ്മുടെ നാവിനെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ പരദൂഷണമാണ്. കാരണം അത് നമുക്ക് എന്താണ് പാലിക്കാൻ പറ്റിയ ഒരു പ്രയാസകരമായിട്ടുള്ള സുഹൃതമൊന്നും അല്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും ഇതിൽ നിന്നൊക്കെ ഈ ഒരു ദുശീലത്തെ നമുക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാനമേറ്റതിനു ശേഷം, മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം വത്തിക്കാനിൽ എത്തിയപ്പോൾ ആദ്യമായിട്ട് ഈ വത്തിക്കാനിലെ ആ ആലോചന സംഘത്തോടും ആ റോമൻ കൂരിയയിലുള്ള മെത്രാൻ സംഘത്തോടും ഫ്രാൻസിസ് മാർപ്പാപ്പ ആദ്യമായിട്ട് കൊടുത്ത ഉപദേശം എന്ന് പറയുന്നത് വത്തിക്കാനിൽ പരദൂഷണം പാടില്ല എന്നാണ്. അദ്ദേഹം തന്റെ ആലോചന സംഘത്തോടും അതുപോലെ മെത്രാൻ സംഘത്തോടും ആ കൂരിയയിലുള്ള ആളുകളോടൊക്കെ ഫ്രാൻസിസ് മാർപ്പാപ്പ ആദ്യമായിട്ട് കൊടുത്ത ഉപദേശം. തീർച്ചയായിട്ടും അത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് സ്നേഹമുള്ളവരെ, നമുക്കറിയാം, ഒരു ഡോക്ടറുടെ അടുക്കൽ ഒരു രോഗി ആ നാവിന്റെ നിറവ്യത്യാസം അല്ലെങ്കിൽ രുചിയുടെ കുറവ്, ഇതെല്ലാം ആ രോഗനിർണയം ഇതൊക്കെ ആ ഡോക്ടറിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും അത് നമ്മുടെ ശാരീരികമായിട്ടുള്ള വൈഷമ്യങ്ങളുടെ പുറകെ പരിശോധനയ്ക്കായിട്ട് നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും നാവിന്റെ കാര്യമൊക്കെ ഡോക്ടേഴ്സ് പരിശോധിക്കാറുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിലും തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മേഖല നാവിന്റെ മേഖലയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്നത്, ഒരാത്മാവിന്റെ സ്ഥിതി വെളിപ്പെടുത്തുന്നത് ആ വ്യക്തിയുടെ വാക്കുകളാണ് എന്നാണ് പറയുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്നു, ഒരാത്മാവിന്റെ സ്ഥിതി വെളിപ്പെടുത്തുന്നത് ആ വ്യക്തിയുടെ വാക്കുകളാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, നാവിനെ കുറിച്ച് വളരെ മനോഹരമായിട്ട് യാക്കോബ് ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 3-ാം അധ്യായം 1-ാം തിരുവചനം മുതൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ആ വചനങ്ങളിലേക്ക് കണ്ണോടിക്കുമ്പോൾ യാക്കോബ് ശ്ലീഹ നാവിന്റെ 5 പ്രതീകങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒന്നാമതായിട്ട് യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, നാവിന് കടിഞ്ഞാണിടണം എന്നാണ് പറയുന്നത്. 141-ാം സങ്കീർത്തനം 3-ാം തിരുവചനം പറയുന്നുണ്ട്, കർത്താവെ, എന്റെ നാവിന് കടിഞ്ഞാണിടണമേ, എന്റെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ എന്നാണ് അവിടെ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത്. രണ്ടാമതായിട്ട് യാക്കോബ് ശ്ലീഹ പറയുന്ന ഒരു കാര്യം, നാവിന്റെ പ്രതീകമായിട്ട് പറയുന്ന കാര്യം, നാവിന് ചുക്കാൻ പിടിക്കണം എന്നാണ് പറയുന്നത്. നാവിന് ചുക്കാൻ പിടിക്കണം. കപ്പലിന്റെ ഗതി തിരിച്ചുവിടാനായിട്ട് കപ്പിത്താൻ ചുക്കാൻ പിടിക്കുന്നത് പോലെ നമ്മൾ നമ്മുടെ നാവിന്റെ ചുക്കാൻ പിടിക്കേണ്ടതായിട്ടുണ്ട് എന്ന് യാക്കോബ് ശ്ലീഹ നമ്മൾ ഓർപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ ഈശോ നമ്മൾ അവിടെ കാണുന്നുണ്ട്, യേശുവിനെ പിലാത്തോസിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നുണ്ട്. പിലാത്തോസ് യേശുവിനെ നോക്കിക്കൊണ്ട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ ചോദ്യങ്ങൾക്ക് മുമ്പിലെല്ലാം ഈശോ മൗനം പാലിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈശോ പിലാത്തോസിന്റെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം ഒന്നും പറയുന്നില്ല. എന്താണ്? അപ്പോൾ യേശു മൗനം പാലിച്ചു എന്ന് അവിടെ തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട്. അവിടുത്തെ മൗനം, യേശുവിന്റെ മൗനം കണ്ട് ദേശാധിപതിയായ പിലാത്തോസ് അത്യധികം ആശ്ചര്യപ്പെട്ടു എന്നാണ് തിരുവചനത്തിൽ അവിടെ രേഖപ്പെടുത്തുന്നത്. യേശുവിന്റെ മൗനം കണ്ട് ദേശാധിപതിയായ പിലാത്തോസ് ആശ്ചര്യപ്പെട്ടു എന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മളൊരു തീർച്ചയായിട്ടും ഇവിടെ യേശുവിന്റെ ആ ഒരു മാതൃക നമ്മളും പാലിക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമ്മളും മൗനം പാലിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്, നമ്മുടെ നാവിന് ചുക്കാൻ പിടിക്കണം എന്ന് യാക്കോബ് ശ്ലീഹ പറയുന്നതിന്റെ അർത്ഥം അതില്ല. അടുത്തായിട്ട് പറയുന്നത്, നാവിന്റെ പ്രതീകമായിട്ട് യാക്കോബ് ശ്ലീഹ പറയുന്ന ഒരു കാര്യം, നാവ് തീയാണ് എന്നാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്, ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. വീണ്ടും അടുത്തായിട്ട് യാക്കോബ് ശ്ലീഹ പറയുന്ന മറ്റൊരു പ്രതീകം എന്ന് പറയുന്നത്, നാവ് മെരുക്കാനാവാത്ത മൃഗം എന്നാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. നാവ് മെരുക്കാനാവാത്ത മൃഗം എന്നാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. അതുകൊണ്ടാണ് പ്രഭാഷണ പുസ്തകം 28-ാം അധ്യായം 25-ാം തിരുവചനം പറയുന്നത്, വാക്ക് അളന്നു തൂക്കി ഉപയോഗിക്കുക, വായ്ക്ക് വാതിലും പൂട്ടും നിർമ്മിക്കുക എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്.
ദൈവകരുണയുടെ മധ്യസ്ഥയായിട്ടുള്ള വിശുദ്ധ ഫൗസ്റ്റീന ഇപ്രകാരം പറയുന്നുണ്ട്: നാവിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഓർക്കുമ്പോൾ ഞാൻ ഭയന്നു വിറക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് അത് തീർച്ചയായിട്ടും അത്രയും മാത്രം പേര് കേട്ട ഒരു വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് നടന്നെടുത്ത ഒരു വിശുദ്ധ. ആ വിശുദ്ധ പറയുന്നു എന്താണ്? ദൈവകരുണയുടെ മധ്യസ്ഥയായിട്ടുള്ള വിശുദ്ധ ഫൗസ്റ്റീന പറയുന്നത്, ഞാൻ ആവർത്തിച്ചു പറയുകയാണ്: നാവിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഓർക്കുമ്പോൾ ഞാൻ ഭയന്ന് വിറക്കുന്നു എന്നാണ് വിശുദ്ധ പറയുന്നത്. തീർച്ചയായിട്ടും നമ്മളൊക്കെ ഒത്തിരി ധ്യാനിക്കേണ്ട ഒരു കാര്യമാണത്. വീണ്ടും അടുത്തായിട്ട് യാക്കോബ് ശ്ലീഹ പറയുന്നത് നാവ് അരുവിയാണ് എന്നാണ് പറഞ്ഞത്. അടുത്തതായിട്ട് യാക്കോബ് ശ്ലീഹ ഉപയോഗിക്കുന്ന പ്രതീകം അതാണ്, അരുവിയുടെ പ്രതീകം. നാവ് അരുവിയാണ്. നാവ് മധുരം ഒഴുക്കേണ്ട അരുവിയാണ്. ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും ഒരിക്കലും ഉണ്ടാകാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് ജെറമ്യാ പ്രവാചന പുസ്തകം 15-ാം അധ്യായം 19-ാം തിരുവചനത്തില് നമ്മൾ അവിടെ കാണുന്നുണ്ട്: വില കെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എന്റെ നാവ് പോലെയാകും. വീണ്ടും ഞാനത് ആവർത്തിക്കുകയാണ്. ആ വചനം ജെറമ്യാ പ്രവാചന പുസ്തകം 15-ാം അധ്യായം 19-ാം തിരുവചനം: വില കെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എന്റെ നാവ് പോലെയാകും. സ്നേഹമുള്ള ഒരു നാവ് കൊണ്ട് നമ്മൾ എന്തുമാത്രം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ട്. ഫോണിലൂടെയും മറ്റും ഒക്കെ നമ്മൾ നമ്മുടെ നാവിനെ അശുദ്ധമായിട്ട് ദുരുപയോഗിച്ചിട്ടുണ്ടോ ചിന്തിച്ചു നോക്കുക. അതിനൊക്കെ നമ്മൾ ആത്മശോധന ചെയ്ത് നമ്മൾ നവീകരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് വൈദികരുടെ മധ്യസ്ഥരായിട്ടുള്ള വിശുദ്ധ ജോൺ മരിയ വിയാനി ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങൾക്കരികിലില്ലാത്ത ഒരാളെ കുറിച്ച് സ്നേഹരഹിതമായ ഒരു വാക്ക് ആരെങ്കിലും പറഞ്ഞാൽ അയാൾക്ക് അനുകൂലമായി നിങ്ങൾ സംസാരിക്കണം. അതിനായില്ലെങ്കിൽ നിങ്ങൾ പിൻവാങ്ങണം. അല്ലാത്ത പക്ഷം ആ സംസാരത്തിന് വിരാമമിടുക എന്നാണ് വിശുദ്ധം പറയുന്നത്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. വിശുദ്ധ ജോൺ മരിയ വിയാനി പറയുന്നു: നിങ്ങൾക്കരികിലില്ലാത്ത ഒരാളെ കുറിച്ച് സ്നേഹരഹിതമായ ഒരു വാക്ക് ആരെങ്കിലും സംസാരിച്ചാൽ അയാൾക്ക് അനുകൂലമായി നിങ്ങൾ സംസാരിക്കണം. അതിനായില്ലെങ്കിൽ നിങ്ങൾ പിൻവാങ്ങുക. അല്ലാത്ത പക്ഷം ആ സംസാരത്തിന് വിരാമമിടുക എന്നാണ് വിശുദ്ധം പറയുന്നത്. സ്നേഹമുള്ളവർ, തീർച്ചയായിട്ടും അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥന കൂട്ടായ്മയിൽ അംഗമായിരിക്കും നമ്മൾ ഓരോരുത്തരുടെയും വിളി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ ശക്തമായ ഒരു തീരുമാനം നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. നാവിന്റെ മേഖലയുടെ കാര്യത്തിൽ, നാവിന്റെ ഉപയോഗത്തിന്റെ കാര്യത്തിൽ പരദൂഷണം പറയുവാനായിട്ട് പാടില്ല. അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ അടുത്ത കാലത്തൊക്കെ ഈ പരദൂഷണത്തെ കുറിച്ച് ഊന്നി പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും സ്നേഹമുള്ളവരെ, നമുക്ക് ആത്മീയ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രാർത്ഥനാ കൂട്ടായ്മ നിങ്ങൾ ഓരോരുത്തരും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ ആത്മീയ സുഹൃത്തുക്കളുണ്ട്, ആത്മസുഹൃത്തുക്കളുണ്ട്. ഒരു സ്പിരിച്വൽ ഫ്രണ്ട്സ് നമുക്ക് എപ്പോഴും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. വൈദികരായിട്ടുള്ള ഞങ്ങൾക്ക് സ്പിരിച്വൽ ഫാദേഴ്സ് ഒക്കെ ഉള്ളതുപോലെ ആത്മാരായിട്ടുള്ള നിങ്ങളൊക്കെ തീർച്ചയായിട്ടും വി നീഡ് ടു ഹാവ് എ സ്പിരിച്വൽ ഫ്രണ്ട്സ്. അപ്പോൾ ആത്മീയ സുഹൃത്തുക്കൾ നമുക്ക് അത്യാവശ്യമാണ്. ഒരിക്കൽ വിശുദ്ധ ബ്രിജിറ്റായുടെ ജീവിതത്തിൽ, വിശുദ്ധ ബ്രിജിറ്റിന്റെ ജീവിതത്തിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട്. വിശുദ്ധ ബ്രിജിറ്റിന്റെ അടുക്കല് ആത്മീയ ഉപദേശത്തിന് ഒരു സന്യാസി ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ ആ വിശുദ്ധ ബ്രിജിറ്റ് ആ സന്യാസിയെ വഴക്ക് പറഞ്ഞ് ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. ആ വിശുദ്ധ ബ്രിജിറ്റ് ആ സന്യാസിക്ക് കൊടുത്ത ഉപദേശം ഇപ്രകാരമായിരുന്നു: ഒരു ആത്മസുഹൃത്തിനെ കണ്ടെത്തുന്നത് വരെ ഭക്ഷണം കഴിച്ചു പോകരുത് എന്നാണ് വിശുദ്ധ ബ്രിജിറ്റ് ആ സന്യാസിക്ക് കൊടുത്ത ഒരു ഉപദേശം. കാരണം ആത്മസുഹൃത്തില്ലാത്ത മനുഷ്യൻ ശിരസില്ലാത്ത ശരീരം പോലെയാണ്. അതുകൊണ്ടാണ് കാർഡിനൽ ന്യൂമാൻ ഇപ്രകാരം പറയുന്നത്: സഹോദരങ്ങൾ പരസ്പരം ഹൃദയ രഹസ്യങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് സഭയിൽ നിന്ന് ഒത്തിരി വിശുദ്ധി നഷ്ടപ്പെട്ടതെന്നാണ് പറയുന്നത്. വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. കർദിനാൾ ന്യൂമാൻ പറയുന്നത് സഹോദരങ്ങൾ പരസ്പരം ഹൃദയ രഹസ്യങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് സഭയിൽ നിന്ന് ഒത്തിരി വിശുദ്ധി നഷ്ടപ്പെട്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഒരു സ്പിരിച്വൽ ഫ്രണ്ട്സ് ഒക്കെ വേണം. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾ നമ്മുടെ ആത്മീയ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചർച്ച ചെയ്യാനും നമ്മളെ തന്നെ നവീകരിക്കുവാനൊക്കെ ആയിട്ടുള്ള ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. വീണ്ടും ഞാൻ പ്രാർത്ഥന കൂട്ടായ്മ അംഗമായിരിക്കും നിങ്ങൾ ഓരോരുത്തരുടെ മുമ്പിൽ ഞാൻ ഒരു വചനം പങ്കുവയ്ക്കുകയാണ്. ദിനവൃത്താന്തത്തിന്റെ 1-ാം പുസ്തകം 4-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളിലെ യാബസ് എന്ന ഒരു മനുഷ്യന്റെ വളരെ മനോഹരമായിട്ടുള്ള പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. ആത്മീയ മനുഷ്യരായിട്ടുള്ള നമ്മളൊക്കെ സ്വന്തമാക്കേണ്ട പ്രാർത്ഥന യാബസിന്റെ പ്രാർത്ഥനയാണ്. യാബസ് അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്: ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. യാബസിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നാണ് തിരുവചനം രേഖപ്പെടുന്നത്. നമ്മളൊരു യാബസ് 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യാബസ് പ്രാർത്ഥിച്ചത്. കർത്താവേ, അങ്ങ് എന്നെ അനുഗ്രഹിക്കണമേ, എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ, അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കണമേ, എല്ലാ വിപത്തുകളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. ഈ പ്രാർത്ഥന സ്നേഹമുള്ളവരെ
ആത്മീയ മേഖലയിലായിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും സ്വന്തമാക്കേണ്ട ഒരു സുഹൃത ജപം പോലെ സ്വന്തമാക്കേണ്ട വളരെ മനോഹരമായിട്ടുള്ള പ്രാർത്ഥനയാണ്. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. പലപ്പോഴും നമ്മൾ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ആത്മീയമായിട്ടുള്ള സുഹൃത്തുക്കളിൽ പുഷ്ടിപ്പെടാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? പുതിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ ഞാൻ? പുതിയ കൃപകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണോ ഞാൻ? ചിന്തിച്ചു നോക്കുക. നമ്മളൊക്കെ ഒത്തിരി നവീകരണ രംഗത്ത് ഒത്തിരി വർഷങ്ങൾ പിന്നിടുന്ന വ്യക്തികളല്ലേ. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്, കർത്താവേ എനിക്ക് ഞാൻ ഇന്നലെ ലോട്ടറി എടുത്തു, ആ ലോട്ടറി അടിക്കാനായിട്ട് അനുഗ്രഹിക്കണമേ, അല്ലെങ്കിൽ അവിടെ ഞാൻ എന്റെ സ്ഥലം വിറ്റുപോകാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതേപോലെ ഞാൻ പലപ്പോഴും ഞാൻ ഈ കൗൺസിലിംഗ് മേഖലയിൽ ഞാൻ മടുത്തുപോയ കാര്യമാണ്. ഇപ്പൊ കൗൺസിലിംഗ് നിർത്താൻ തന്നെ ഞാൻ ആലോചിക്കുകയാണ്. കാരണം ഒത്തിരി പേര് വരുന്നത് എന്താണ്, സ്ഥല വിൽപ്പനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. അല്ലാതെ ഒരു നവീകരണം ആഗ്രഹിച്ചുകൊണ്ട് വരുന്ന, അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതത്തില് ഒരു എന്താണ് പുരോഗതി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് കൗൺസിലിംഗിൽ വരുന്നവർ വളരെ ചുരുക്കമാണ്. അപ്പൊ നമ്മൾ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഉള്ള പുണ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പുതിയ അഭിഷേകങ്ങൾക്ക് വേണ്ടി, പുതിയ കൃപയ്ക്ക് വേണ്ടി. അപ്പോസ്തലന്മാർക്ക് കൊടുത്ത കൃപയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈശോ അപ്പോസ്തലന്മാർക്ക് വലിയ കൃപകൾ അഭിഷേകം കൊടുത്തു. ആ അപ്പോസ്തലന്മാരുടെ അഭിഷേകത്തിന് വേണ്ടിയാണ് സ്നേഹമുള്ളവരെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, മറ്റു പല കാര്യങ്ങൾ ഭൗതികമായുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പക്ഷെ നമ്മൾ ആത്മീയ ജീവിതത്തിൽ വളരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പുതിയ കൃപകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ ഞാൻ? പുതിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ ഞാൻ? ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ്. ഒരു സംഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരിക്കല് ഇത് ആർച്ച് ബിഷപ്പ് ആഞ്ചലോ കൊമാസ്ട്രി അദ്ദേഹം പറഞ്ഞ സംഭവമാണ്. അദ്ദേഹം ഇതേപോലെ റോമില് ഇങ്ങനെ വിശുദ്ധ മദർ തെരേസ അവിടെ വിസിറ്റ് ചെയ്യുകയാണ്. വിശുദ്ധ മദർ തെരേസക്ക് ഒരു ഇടവക സന്ദർശിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ആർച്ച് ബിഷപ്പിന്റെ കൂടെ 2 സിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാം കൂടി ഇങ്ങനെ ഒരു ഇടവക സന്ദർശിക്കാനായിട്ട് ബസ്സും കാത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴിങ്ങനെ ബസ് കാത്ത് വിശുദ്ധ മദർ തെരേസ ഉണ്ട്, ആഞ്ചലോ കൊമാസ്ട്രി ആർച്ച് ബിഷപ്പ് ഉണ്ട്, മറ്റു 2 സിസ്റ്റേഴ്സ് ഉണ്ട്. ഇവരിങ്ങനെ ബസ് കാത്തു നിൽക്കുമ്പോൾ ഒരു കാറുകാരൻ ഇങ്ങനെ വന്ന് ഇവരുടെ മുമ്പിൽ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തുകയാണ്. ആ കാറുകാരൻ വന്ന് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയിട്ട്, കാരണം മദറിനെ കണ്ടിട്ടാണ് നിർത്തിയത്, മദറിന് പരിചയമുള്ള മുഖമാണ്. അങ്ങനെ മദർ തെരേസയെ കണ്ടിട്ട് ആണ് ഈ കാറുകാരൻ വണ്ടി നിർത്തിയത്. ആ കാർ നിർത്തിയിട്ട് ഡ്രൈവർ ഉടനെ മദർ തെരേസയോട് ചോദിക്കുകയാണ്, മദർ ആരെ കാത്തിട്ടാണ് നിൽക്കുന്നത്? മദർ ആരെ കാത്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്? ഉടനെ മദർ തെരേസ അദ്ദേഹത്തിന്, ആ ഡ്രൈവറിന് ഉത്തരം നൽകിയാണ്, മോനെ ഞാൻ സ്വർഗം പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. അത് കേട്ട് അവിടെയുള്ള എല്ലാവരും തന്നെ ചിരിച്ചു. അതാണ് മദർ തെരേസ കൊടുത്ത ഉത്തരം. എന്താണ്? മോനെ ഞാൻ സ്വർഗം പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് എന്നാണ് മദർ തെരേസ കൊടുത്ത ഉത്തരം. അത് നമുക്ക് തമാശയായിട്ട് തോന്നുമെങ്കിലും സ്നേഹമുള്ളവരെ, ആത്മീയ മേഖലയായിരിക്കുന്ന നമ്മളൊക്കെ ധ്യാനിക്കേണ്ട ഒരു പ്രസ്താവനയാണ് മദർ തെരേസന്റെ ആ ഒരു മറുപടി. ഞാൻ സ്വർഗം പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും സമർപ്പിതരായിട്ടുള്ള ഞങ്ങളൊക്കെ സ്വർഗം പ്രതീക്ഷിച്ച് നിൽക്കുവാനായിട്ട് വിളിക്കപ്പെട്ട വ്യക്തികളാണ്. ആത്മീയ മേഖലയിൽ നവീകരണ രംഗത്ത് ഒത്തിരി വർഷങ്ങൾ പിന്നിട്ട് ആത്മാക്കളെ നേടുവാനായിട്ട് ഉത്സാഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ സ്വർഗം പ്രതീക്ഷിച്ച് നിൽക്കുവാനായിട്ട് വിളിക്കപ്പെട്ട വ്യക്തികളാണ്. എന്തുമാത്രം നമ്മൾ അതിൽ വിജയിക്കുന്നുണ്ട് എന്ന് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ്. വിശുദ്ധ ക്രിസ്റ്റഫർ നമുക്കറിയാം, ഇത് എന്താണ്, യാത്രക്കാരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ക്രിസ്റ്റഫർ. നമുക്കറിയാം വിശുദ്ധ ക്രിസ്റ്റഫർ ഉണ്ണീശോയെ കൈകളിലെടുത്ത് ചുമലെടുത്ത് നടക്കുന്ന ആ ഒരു രൂപമൊക്കെ നമ്മുടെ കാറുകളിൽ നമ്മൾ വെക്കാറുണ്ട്. നമ്മുടെ വാഹനങ്ങളിലൊക്കെ വിശുദ്ധ ക്രിസ്റ്റഫറിന്റെ രൂപം നമ്മൾ കൊണ്ടു നടക്കാറുണ്ട്. വിശുദ്ധ ക്രിസ്റ്റഫർ ആദ്യകാലത്ത് ജീവിച്ചൊരു വിശുദ്ധനാണ്. ആദ്യകാലത്തൊക്കെ അദ്ദേഹത്തിന്റെ പഴയ ജീവിതം എന്ന് പറയുന്ന ഒരു പാവ ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചത്. അദ്ദേഹം ഒരു യാത്രക്കാരെ കൊള്ളയടിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു പുഴക്കരികില് കുടില് കെട്ടി താമസിച്ച് ആ പുഴ കടക്കാനായിട്ട് വരുന്ന യാത്രക്കാരെ ഈ ക്രിസ്റ്റഫർ കൊള്ളയടിക്കുമായിരുന്നു. അവരുടെ സ്വത്തും അവരുടെ വസ്തുക്കളൊക്കെ തട്ടിയെടുക്കുമായിരുന്നു. അങ്ങനെ ഒരു ദുസ്വഭാവം ഈ ക്രിസ്റ്റഫറിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഉണ്ണീശോ ആ പുഴ കടക്കുവാനായിട്ട് വരികയാണ്. ഉണ്ണീശോ പുഴ കടക്കുവാനായിട്ട് സഹായം ചോദിക്കുന്നു ക്രിസ്റ്റഫറോട്, പുഴ കടത്തുമോ എന്ന്. അങ്ങനെ ക്രിസ്റ്റഫർ വടിയും പിടിച്ച് ഉണ്ണീശോയെ തോളിലേറ്റിക്കൊണ്ട് ആ പുഴ ഇങ്ങനെ കടത്തുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ വലിയ ഭാരം, അമിതമായിട്ടുള്ള ഭാരം ക്രിസ്റ്റഫറിന് അനുഭവപ്പെടുകയാണ്. ഒരു ലോകം മുഴുവൻ തന്റെ തോളിലാണ് എന്നുള്ള ഒരു വലിയ ഭാരം ഈ ക്രിസ്റ്റഫറിന് അനുഭവപ്പെടുകയാണ് ഉണ്ണീശോയെ തോളിലെടുത്തപ്പോൾ. അങ്ങനെ അദ്ദേഹം അവസാനം ഇങ്ങനെ ആ പുഴക്കരികെ മറുകരെ ഉണ്ണീശോ എത്തിക്കുക. അപ്പൊ ഉണ്ണീശോ മറുകര എത്തിയപ്പോൾ ഉണ്ണീശോ ക്രിസ്റ്റഫറോട് പറയുന്നുണ്ട്, നിന്റെ കയ്യിലുള്ള വടി ആ പുഴയുടെ മറുകരെ നീ നാട്ടണം എന്ന് പറയുക. അങ്ങനെ ഈ ഉണ്ണീശോ പറഞ്ഞത് പ്രകാരം ഈ ക്രിസ്റ്റഫർ തന്റെ കയ്യിലുള്ള വടി ആ പുഴക്കരികെ പുഴയുടെ മറുകരയിൽ നാട്ടുകയാണ് ചെയ്തത്.
ഇത് ഉണ്ണീശോയാണെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിവൊന്നുമില്ലായിരുന്നു. അങ്ങനെ സ്നേഹമുള്ളവരെ, ഈ ക്രിസ്റ്റഫർ ആ പുഴയുടെ മറുകരെ നാട്ടിയ വടി അത്ഭുതകരമായിട്ട് പുഷ്പിക്കുക, അത് ഫലം ചൂടുകയാണ് ചെയ്യുന്നത്. ഇത് ഈ ക്രിസ്റ്റഫറിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുകയാണ്. ക്രിസ്റ്റഫർ ഒരു പുതിയ മനുഷ്യനായിട്ട് രൂപാന്തരം പ്രാപിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ക്രിസ്റ്റഫർ ആയിട്ട് മാറുക. ക്രിസ്റ്റഫർ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ വഹിക്കുന്നവൻ എന്നാണ് ക്രിസ്റ്റഫർ എന്നുള്ള വാക്കിന്റെ. സ്നേഹമുള്ളവരെ, അങ്ങനെ പഴയ മനുഷ്യനായിട്ടുള്ള ആ മനുഷ്യൻ പിന്നീട് കൊള്ളയും ഇതൊക്കെ നിർത്തിക്കൊണ്ട് ഒരു പുതിയ മനുഷ്യനായിട്ട് രൂപാന്തരം പ്രാപിക്കുകയാണ്. ഇന്ന് സഭയിൽ വണങ്ങപ്പെടുകയാണ്. യാത്രക്കാരുടെ മധ്യസ്ഥനായിട്ട് അദ്ദേഹം ഇന്ന് ഉയർത്തപ്പെടുകയാണ്. സ്നേഹമുള്ളവരെ, തീർച്ചയായിട്ടും ക്രിസ്റ്റഫർ എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്നുണ്ട് ക്രിസ്തുവിനെ വഹിക്കുന്നവർ. ആത്മീയ മേഖലയിലായിരിക്കുന്ന നമ്മളെയും ആത്യന്തികമായിട്ടുള്ള വിളി എന്ന് പറയുന്നത് ക്രിസ്തുവിനെ വഹിക്കുന്നവരായിട്ട് നമ്മൾ മാറണം, കൃപ വഹിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. ഒരിക്കലും നമ്മളിൽ ദൈവം നിക്ഷേപിച്ച കൃപകൾ വ്യർത്ഥമാക്കി കളയാൻ പാടില്ല. അതാണ് പൗലോസ് പറയുന്നുണ്ട്, ദൈവം എന്നിൽ ചൊരിഞ്ഞ കൃപ ഞാൻ ഒരിക്കലും വ്യർത്ഥമാക്കിയിട്ടില്ല എന്ന് പൗലോസ് വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെ പറയാനായിട്ട് സാധിച്ചു. നമ്മളോട് ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മളൊക്കെ നവീകരണ രംഗത്ത് ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മ കൃപകളിൽ വളരാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കുക. കർത്താവ് എന്നിൽ ചൊരിഞ്ഞ കൃപ ഞാൻ വ്യർത്ഥമാക്കി കളഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. വിശുദ്ധ ക്രിസ്റ്റഫർ എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്ന പോലെ കൃപ വഹിക്കുന്ന വ്യക്തിയായിട്ട് എന്റെ ആത്മീയ ജീവിതത്തിൽ മാറാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ധ്യാനിക്കുന്നത്, ആത്മശോധന ചെയ്യുന്നത് വളരെ നല്ലതാണ്. വീണ്ടും നമ്മളൊരു ഞാൻ മറ്റ് വചനങ്ങളൊന്നും ഞാൻ കാര്യമായിട്ട്, എനിക്ക് സമയക്കുറവുകൊണ്ട് കാര്യമായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ കൂടുതൽ ഊന്നി പറയുന്ന ഒരു കാര്യം പരിശുദ്ധ കുർബാനയെ മുറുകെ പിടിക്കുക. കൃപയിൽ വളരാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ പരിശുദ്ധ കുർബാനയെ നോക്കിക്കൊണ്ട് കരയണം. ദിവ്യകാരുണ്യത്തെ നോക്കി വെറുതെ കരയുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു തമ്പുരാന്റെ മുമ്പിൽ ഇന്നും ജീവിക്കുന്ന ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ സമയം ചെലവഴിച്ച് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞങ്ങൾക്ക് കർത്താവ് വളരെ മനോഹരമായിട്ട് ഒരു വീട് പണിയാനായിട്ട് കൃപ തന്നു. അവിടെ ഇപ്പോൾ 4-5 വർഷമായി താമസിക്കുന്നു. അങ്ങനെ വീട് ഈശോ അത്ഭുതമായിട്ട് ഞങ്ങൾക്ക് തന്നു. ആ വീടിന് ഒരു പേര് എനിക്ക് കണ്ടുപിടിക്കണമായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3/4 മണിക്കൂർ ഞാൻ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. 1/4 മണിക്കൂർ ഞാൻ ഈശോയുടെ എൻ്റെ കുടുംബത്തിന്റെ കാര്യം ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ, അങ്ങാണ് ഞങ്ങൾക്ക് വീട് തന്നത്. അതുകൊണ്ട് ഈ വീടിന് പേരിടാനായിട്ടുള്ള എല്ലാ അർഹതയും അങ്ങേക്ക് മാത്രമാണ്. അങ്ങ് പറഞ്ഞിരുന്ന പേര് മാത്രമേ ഞാൻ എൻ്റെ വീടിന് ഞാൻ ഇടുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിങ്ങനെ സ്തുതിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഉള്ളിൽ നിന്നും ഒരു സ്വരം ഇങ്ങനെ കേൾക്കുകയാണ്, സിയോൻ എന്നുള്ള പേര് ഈ വീടിനിടാനായിട്ട്. ഞാൻ പറഞ്ഞു, ഞാൻ സിയോൻ എന്നുള്ള പേര് ഞാൻ വീടിനിടാം, പക്ഷെ പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നാൽ ഈ സിയോൻ എന്ന് തന്നെ കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് 48 സങ്കീർത്തനമാണ്. ആ 48 സങ്കീർത്തനം മുഴുവൻ സിയോനെ കുറിച്ചുള്ള വർണ്ണനകളാണ്. നമുക്കറിയാം, സിയോൻ എന്നുള്ളത് പറഞ്ഞാൽ ദൈവത്തിന്റെ നഗരം, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ പർവ്വതം എന്നൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഈശോ പറഞ്ഞത് പ്രകാരം സിയോൻ എന്നുള്ള പേര് ഞാൻ എൻ്റെ വീടിന് നൽകി. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അങ്ങനെ ആ വീടിന് ഞാൻ സിയോൻ എന്നുള്ള പേര്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഊന്നി പറഞ്ഞ ഒരു കാര്യം, തമ്പുരാൻ ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ സമയം ചൊല്ലിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു സെക്കൻഡ് പോലും നമുക്ക് നഷ്ടമാവുകയില്ല. അത്ഭുതകരമായിട്ട് കൃപയുടെ വാതിലുകൾ തമ്പുരാൻ നമ്മുടെ മുമ്പിൽ മലർക്കെ തുറന്നെടുത്ത അനുഭവമുണ്ട്. ഒത്തിരി അനുഭവങ്ങൾ, ദിവ്യകാരുണ്യ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഈ 1/2 മണിക്കൂർ കൊണ്ട് ഈ ഷെയറിങ്ങിനൊന്നും എനിക്ക് സമയം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചുരുക്കിയാണ്. ഒരു ചെറിയൊരു അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുക. കാരണം തമ്പുരാൻ തന്ന അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പറയാനായിട്ട് ഒത്തിരി സന്തോഷമുണ്ട്, പക്ഷെ സമയക്കുറവ് അനുവദിക്കുന്നില്ല. ഇതുപോലെ തന്നെ ഞങ്ങളുടെ അച്ഛന്മാരുടെ ധ്യാനം ഇങ്ങനെ നടന്നുകൊടുക്കുകയായിരുന്നു. അപ്പൊ ഇങ്ങനെ പരിശുദ്ധ കുർബാനയിലേക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ച് റൂമിലേക്ക് വന്നപ്പോൾ ഇങ്ങനെ ശക്തമായ പ്രേരണ, എഴുതാനായിട്ടുള്ള പ്രേരണ. ഞാൻ സൺഡേ ശാലം, ജീവജ്വാല, കെയ്റോസ്, ജീസസ് യുക്തമാസികൾ, കെയ്റോസിലൂടെയൊക്കെ ഞാൻ അത്യാവശ്യമൊക്കെ എഴുതുന്ന ആളാണ്. അങ്ങനെ എഴുതാനായിട്ടുള്ള ഒരു ശക്തമായ പ്രേരണ. അപ്പൊ ഞാൻ പേപ്പറും പേനയും ബൈബിളൊക്കെ എടുത്തു. ഞാൻ ചോദിച്ചു, എൻ്റെ ഈശോയെ, എന്തിനെ കുറിച്ചാണ് എഴുതേണ്ടത്? അങ്ങ് ഒരു വിഷയം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു സ്വരം ഇങ്ങനെ കേൾക്കുകയാണ്, സൗഹൃദവുമായിട്ട് ബന്ധപ്പെട്ട് ലേഖനം എഴുതാനായിട്ട്. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ സൗഹൃദം എന്നുള്ള തലക്കെട്ടിൽ ലേഖനം എഴുതാം, പക്ഷെ സൗഹൃദമായിട്ട് ബന്ധപ്പെട്ട വചനമാകൾ എനിക്ക് കാണിച്ചു തരണം, എന്നാൽ മാത്രം ഞാൻ സൗഹൃദം എന്നുള്ള തലക്കെട്ടിൽ ലേഖനം എഴുതുള്ളൂ. അങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് പ്രഭാഷണ പുസ്തകം 11-ാം അധ്യായം 29-ാം തിരുവചനം. അതിന്റെ തലക്കെട്ട് യഥാർത്ഥ സ്നേഹിതൻ. അതേ പേജിൽ തന്നെ പ്രഭാഷണ പുസ്തകം 13-ാം അധ്യായം വ്യാജ സുഹൃത്തുക്കൾ. എനിക്ക് മനസ്സിലായി ഈശോ സൗഹൃദം എന്നുള്ള തലക്കെട്ടിൽ ലേഖനം എഴുതാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഞാൻ സൗഹൃദം എന്നുള്ള തലക്കെട്ടിൽ ലേഖനം എഴുതി. അത്
ഷാലോ മാസിക, അതുപോലെ തന്നെ ജീസസ് യൂത്തിന്റെ കെയറോസ് മാസികയൊക്കെ, അത് ജീവജ്വാല, ഇതൊക്കെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ ലേഖനം വായിച്ച ഒത്തിരി പേര് തങ്ങളെ ആ ലേഖനം സ്പർശിച്ചു എന്ന് പറയുകയുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു വിഷയം ഈശോ പറഞ്ഞതെന്ന് എഴുതിപ്പിച്ച അനുഭവമായിരുന്നു സ്നേഹമുള്ളവരെ എന്റെ ജീവിതത്തിലുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അബ്രഹാത്തോട് സംസാരിച്ച കർത്താവ്, ഇസഹാക്കിനോട് സംസാരിച്ച ദൈവം, മോശയുടെ മുഖത്ത് നോക്കി സംസാരിച്ച കർത്താവ് ഇന്നും ജീവിക്കുന്ന കർത്താവാണ്. ആ ദൈവം ഇന്നും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശക്തമായി ഇടപെടുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല സ്നേഹമുള്ളവരെ. നമ്മളെ തമ്പുരാൻ എളിയിലെടുത്ത് നടക്കും, നമ്മളെ തമ്പുരാൻ എളിയിലെടുത്ത് പരിപാലിക്കും, നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ ചെവിയിൽ ഈശോ മന്ത്രിച്ചു തരും, ഇതാണ് വഴി, ഇതിലേക്ക് പോകുമെന്ന് തമ്പുരാൻ പറഞ്ഞു തരും. അതിന് നമ്മൾ ചെയ്യേണ്ടത് ദിവ്യകാരുണ്യത്തെ നോക്കിക്കൊണ്ട് നമ്മൾ വെറുതെ ഇരിക്കുവാനാണ് നമുക്ക് സാധിക്കും. ദിവ്യകാരുണ്യത്തെ നോക്കിക്കൊണ്ട് ഒന്ന് കണ്ണുനീർ വാർക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മളെ കാത്തിരിക്കുന്ന ദിവ്യകാരുണ്യനാഥനെ, സ്നേഹമുള്ളവരെ, നമ്മുടെ സാന്നിധ്യം കൊണ്ട് ആശ്വസിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ വരുമ്പോൾ പുതിയ കൃപകൾ തമ്പുരാൻ നമുക്ക് നൽകും. അപ്പോസ്തലന്മാർക്ക് കൊടുത്ത പുതിയ അഭിഷേകം ഈശോ നമുക്ക് നൽകും. ഒരു സംശയമില്ല. നമുക്ക് ഈ പ്രതിസന്ധി, ഈ കൊറോണയെ ഒന്നും നമ്മളെ ഭയപ്പെടുത്തുന്ന കാര്യമൊന്നുമല്ല. മറിച്ച് ഇന്നും ജീവിക്കുന്ന തമ്പുരാൻ നമ്മളെ അടുത്ത് നിന്ന് പരിപാലിക്കുന്ന, അടുത്ത് നിന്ന് നമ്മളെ നയിക്കുന്ന വലിയ അനുഭവത്തിലൂടെ തമ്പുരാൻ നമ്മളെ കടത്തിയുണ്ട്. തീർച്ചയായിട്ടും ഞാൻ സമയത്തിന് കുറവുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളോടൊപ്പം ഈ സമയങ്ങളായിരിക്കാനും നിങ്ങൾക്ക് വേണ്ടി വചനം പങ്കുവയ്ക്കാനും പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് സാധിച്ചതിൽ തമ്പുരാൻ നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ദിവ്യകാരുണ്യ രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യം ഞാൻ ഉണ്ടായിരിക്കുന്ന തമ്പുരാനെ, ഈശോയെ, രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളായിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ അംഗങ്ങളായി ഈ സമയം ലോകത്തിന്റെ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് തമ്പുരാനെ. ഇതാ കാലഘട്ടത്തിന്റെ പ്രാർത്ഥനയാണ്, എന്നിന്റെ പ്രാർത്ഥനയാണ് കരുണക്കൊന്ത എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു തമ്പുരാനെ. ഇതാ പ്രവാചകന്മാര് അനേകം മക്കൾക്ക് വേണ്ടി നിലവിളിച്ച് അങ്ങയുടെ തിരുമുമ്പിൽ കണ്ണുനീരോടെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയതുപോലെ ഈ ലോകത്തിന് വേണ്ടി ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥന ഉയർത്തുവാനായിട്ട് തമ്പുരാനെ ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കണമേ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ, കരുണയോടെ ഞങ്ങളുടെ നിയോഗങ്ങളെയും അങ്ങ് കൈക്കൊള്ളണമേ, ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ അഭിഷേകം ഞങ്ങൾക്ക് തന്ന് ഈശോയെ അനുഗ്രഹിക്കണമേ. അപ്പോസ്തലന്മാർക്ക് കൊടുത്ത വലിയ കൃപകൾ, അഭിഷേകം തമ്പുരാനെ ഞങ്ങൾക്ക് നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഈശോയെ, ഞങ്ങൾ കേട്ട കാര്യങ്ങൾ ഒന്നുകൂടി ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ വെക്കുകയാണ്. ഈശോയെ, പരദൂഷണം എന്ന ആ ഒരു ദുശീലത്തിൽ നിന്ന് ഒരു വിടുതൽ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിമളമായിട്ട് ഈ ലോകത്ത് മാറുവാനായിട്ട് ഈശോയെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കണ്ണുകളിൽ ഞങ്ങളെ ശ്രദ്ധിച്ചു വീക്ഷിക്കുന്ന അങ്ങയുടെ കണ്ണുകളിൽ ഉറ്റുനോക്കിക്കൊണ്ട് ഒരു നവീകരണ അനുഭവത്തിലൂടെ കടന്നു പോകാനായിട്ട് തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ എന്നും ശ്രമിക്കുന്ന അങ്ങയുടെ ശക്തമായ നാമത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന ഈശോയെ അങ്ങ് കേൾക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു അച്ഛാ, ഒത്തിരി നന്ദി. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. അച്ഛൻ നമ്മൾ ഷാലോം നൈറ്റ് വിജിലും ഷെക്കാന ടിവിയിലൊക്കെ വചനം പറയുന്ന അച്ഛനാണ്. എല്ലാവർക്കും പരിചയമുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ഈ തിരക്കെട്ട ജോലി സമയത്ത് പോലും അച്ഛൻ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി വന്നു. അതിന് ഒത്തിരി നന്ദി. ദൈവം നമുക്ക് ഈ നിമിഷം അച്ഛന്റെ എല്ലാ ആത്മീയ ഉത്തരവാദിത്തങ്ങളും എല്ലാം, ആത്മീയ ബൗദ്ധികമായ മേഖലകളിൽ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞാൻ എല്ലാവർക്കായിട്ട് ഒന്ന് ആശീർവാദം തരാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.